എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല കൽപ്പാത്തി തെരയിലെ ഇത്തവണത്തെ തിരക്ക്. സാധാരണ ഉണ്ടാകുന്ന തിരക്കിന്റെ ഒരു 5 ഇരട്ടി തിരക്ക് ഇത്തവണത്തെ കൽപ്പാത്തി രഥോത്സവത്തിന് വന്നിട്ടുണ്ട് രാവിലെ. തിരക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കഴിഞ്ഞ വർഷം ഇതുപോലെ തിരക്കിൻ്റെ ഉള്ളിലൊക്കെ പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഭയങ്കരമായ തിരക്കാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള തിരക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പോലീസ് വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണ് അവരെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ തിരക്കിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴ്ന്ന് കമന്റ് ചെയ്യണേ. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴത്ത് കമന്റ് ആയിട്ട് പറയണം. കുട്ടികളെ കൊണ്ടുവന്നവരൊക്കെ ശരിക്കും അതിന് അകടെപ്പെട്ട് ബുദ്ധിമുട്ടായിരുന്നു. കാരണം കുട്ടികളൊക്കെ കരയുകയും അവർക്കൊക്കെ തലയിറങ്ങി വീഴുകയും അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായി. ഇങ്ങനെ തിരക്കിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളെയും അതുപോലെ മുതിർന്നവരെയൊക്കെ കൊണ്ടുവരുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള തിരക്കുകളിൽ കൊണ്ടുവരാൻ. മാത്രമല്ല കൽപ്പാത്തി അഗ്രഹാരമാണ്, ചെറിയ വഴിയാണ്. അവിടെ ഇത്രയും പേര് വരുന്നത് കൊണ്ടാണ് ഇത്ര തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ ഒരു കൽപ്പാത്തി രഥോത്സവത്തിന് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ വേറൊരു കാര്യം, ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് റീൽസും ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ വൈറലായതുകൊണ്ട് അത് കാണാനായിട്ട് പാലക്കാട് നിന്ന് മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകളാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേരെ നമ്മൾ കണ്ടിരുന്നു. ബ്ലോഗേഴ്സ് ആയിട്ടും ഫോട്ടോസിന് വേണ്ടി വന്ന ഒരുപാട് പേര് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഫോറിനേഴ്സ് വരെ ഉണ്ടായിരുന്നു. അതെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും കൽപ്പാത്തി രഥോത്സവത്തിന് വരുന്നതാണ്. പക്ഷെ ഇത്തവണ ഭയങ്കര തിരക്കായിരുന്നു, ഒരു രക്ഷിതാത്ത തിരക്കായിരുന്നു. എന്ത് രാവിലെ? അതെ, ഒരുപാട് പേര് മയങ്ങി വീഴുകയും അങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നെ നമുക്ക് നിന്ന് അവിടെ നിന്ന് അനങ്ങാൻ പറ്റിയില്ല, അത്ര തിരക്കായിരുന്നു. ശരിക്കും തിരക്കി പറ്റാൻ നമ്മൾ ആള് കൽപ്പാത്തി തിര കാണാൻ വേണ്ടി വന്നാണ്. ശ്വാസം കിട്ടാത്ത അവസ്ഥ ഉണ്ടായിന്നാണ്. അത് മാത്രമല്ല നമുക്ക് ഇത്തവണ കൃത്യമായിട്ട് ദേവരഥ സംഗമമൊന്നും കാണാൻ പറ്റിയിട്ടില്ല. കാരണം അത്രത്തോളം തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എല്ലാ വർഷവും ഇതുപോലെ തന്നെ തിരക്കുണ്ടാവാനാണ് സാധ്യത. അപ്പോൾ ഇനി വരുന്നവർ സൂക്ഷിച്ചൊക്കെ വരിക. കാരണം നല്ല രീതിയിലുള്ള തിരക്കുണ്ടാകുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.